ഗാസയിൽ ഇസ്രായേലിന്റെ വ്യോമാക്രമണം തുടരുകയാണ്. ഇതിനോടകം തന്നെ 600 പേർ വ്യോമാക്രമണത്തിൽ മരിച്ചു കഴിഞ്ഞു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വെടിനിർത്തൽ ലംഘനങ്ങൾക്ക് ഹമാസിനെ കുറ്റപ്പെടുത്തുകയാണ് ഇസ്രായേൽ ചെയ്യുന്നത്. 20,000-ലധികം ഭീകരരെ കൊന്നതായിട്ടാണ് ഇപ്പോൾ ഇസ്രായേൽ അവകാശപ്പെടുന്നത്. എന്തായാലും ഗാസയിൽ ഇസ്രായേൽ ആക്രമണം തുടരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. 2 ദിവസമായി നടന്ന ആക്രമണത്തിൽ 600 പേർ കൊല്ലപ്പെട്ടു. ബുധനാഴ്ച നടന്ന ആക്രമണത്തിൽ 85 പേർ കൊല്ലപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇസ്രായേൽ മുമ്പ് വ്യോമാക്രമണം നടത്തിയിരുന്നു. ഇത്തവണ ഇസ്രായേൽ സൈന്യം വീണ്ടും ഗാസയിൽ പ്രവേശിച്ചു എന്ന് നമുക്ക് മനസ്സിലാവുന്നു. ഇസ്രായേലിലെ രാത്രി ആക്രമണത്തിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ നിരവധി പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും മരിച്ചിരുന്നു. സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചതായി ഇസ്രായേൽ സൈന്യം പറയുന്നു. ഗാസയിൽ നിന്ന് ഉച്ച കഴിഞ്ഞ് തൊടുത്ത റോക്കറ്റുകൾ കാരണം മധ്യ ഇസ്രായേലിൽ സൈറനുകൾ മുഴങ്ങുന്നതായിട്ടാണ് ഇപ്പോൾ ഇസ്രായേൽ IDF അടക്കം പറയുന്നത്. വെടിനിർത്തൽ അവസാനിച്ചതിനു ശേഷം ഇസ്രായേൽ ഗാസയിലേക്ക് കടന്നതിനു ശേഷം ഇതാദ്യമായാണ് റോക്കറ്റ് ആക്രമണം ഉണ്ടാകുന്നത്. യുദ്ധത്തിന്റെ ഭൂരിഭാഗവും മുമ്പ് നിലനിർത്തിയിരുന്നത് പോലെ വടക്കൻ ഗാസ മുഴുവൻ ഇസ്രായേൽ സൈന്യം ഉപരോധം പുനരാരംഭിച്ചിട്ടുണ്ട്. പ്രധാന ഹൈവേ ഉപയോഗിക്കുന്നതിനോ വടക്ക് ഭാഗം വിടുന്നതിനോ നിവാസികൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തെക്കോട്ട് പോകാൻ അനുവാദമുള്ള ഏക മാർഗം തീരദേശ റോഡ് വഴിയാണെന്നും ഇസ്രായേൽ പറയുന്നു. വടക്കൻ ഗാസയിലെ ഉപരോധിക്കപ്പെട്ട പട്ടണമായ ബെയ്റ്റ് ലാഹിയയിൽ അദ്ദേഹം ഒരു അധിക കരസേനാ നടപടിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇസ്രായേൽ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ബെയ്റ്റ് ലാഹിയയിൽ നടന്ന ആക്രമണങ്ങളിൽ നിരവധി പേരാണ് കൊല്ലപ്പെട്ടതെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഗാസ മുനമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൽ ഇതുവരെ 50,000-ലധികം പേരാണ് ഫലസ്തീനികളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നതെന്ന് അറിയാൻ സാധിക്കുന്നു. 20,000-ലധികം ഹമാസ് ഭീകരരെ വധിച്ചതായിട്ടും ഇപ്പോൾ IDF പറയുന്നുണ്ട്. ജനുവരിയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നപ്പോൾ ആയിരക്കണക്കിന് ഫലസ്തീനികൾ സമാധാന പ്രതീക്ഷയോടെ മടങ്ങിയിരുന്നു. പക്ഷെ ഇപ്പോൾ അവരുടെ പ്രതീക്ഷകളെല്ലാം തകർന്ന് ഹമാസ് വെടിനിർത്തൽ കരാർ ലംഘിച്ചതായി ഇസ്രായേൽ ആരോപിച്ചു. ബന്ദികളെ മോചിപ്പിക്കണമെന്ന തങ്ങളുടെ ആവശ്യം ഹമാസ് ചെവിക്കൊള്ളാത്തതിലൂടെയാണ് അവർ ഈ സാഹചര്യം ക്ഷണിച്ചു വരുത്തിയത് എന്നാണ് ഇസ്രായേൽ പറയുന്നത്. വെടിനിർത്തലിന്റെ അവസാന ഘട്ടം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ഇസ്രായേൽ ഗാസ പൂർണ്ണമായും ഉപേക്ഷിക്കണം എന്നാണ് ഹമാസ് പറയുന്നത്. എന്നാൽ അത് സാധിക്കില്ല എന്ന് ഇസ്രായേലും പറയുന്നുണ്ട്. യമനിൽ ഇറാൻ പിന്തുണയുള്ള ഹൂത്തി വിമതർ തൊടുത്തുവിട്ട മിസൈൽ തങ്ങളുടെ പ്രദേശത്തെത്തുന്നതിന് മുമ്പ് തകർത്തതായിട്ടും ഇസ്രായേൽ പറയുന്നു. കിഴക്കൻ ഗാസയുടെ ഭൂരിഭാഗവും ഇസ്രായേൽ ഒഴിപ്പിച്ചു. അതിർത്തി നഗരമായ ഖാൻ യൂനിസിനടുത്തുള്ള ഒരു ഗ്രാമത്തിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കുറഞ്ഞത് 16 പേർ കൊല്ലപ്പെട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വ്യോമാക്രമണത്തിന് ശേഷം ഇസ്രായേൽ സൈന്യം വീണ്ടും ഗാസയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. മോർട്ടാർ ഷെല്ലാക്രമണത്തിൽ 85 പേർ മരിച്ചു എന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.